ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മുടെ 8ാം ക്ലാസ്സിലെ ഒരു 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 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമ്മൾ മുഴുവൻ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ക്ലാസ് കാണാൻ വന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു അപേക്ഷ, എക്സാം അടിപൊളിയായിട്ട് എല്ലാവർക്കും എളുപ്പമാവട്ടെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടല്ലോ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് അടിക്കണം. അതേപോലെ തന്നെ താഴെ ഫീഡ്ബാക്ക് ഇടണം. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്ക് നോക്കിക്കൊണ്ട് നിൽക്കണം പണിയാണ്. അപ്പം എനിക്ക് അത്രയും എഫേർട്ട് എടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് നോക്കണമല്ലോ. അപ്പോൾ താഴെ ഫീഡ്ബാക്ക് ആയിട്ട് ഇടണം. ഞാൻ എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് മീൻസ് എൻ്റെ ഒരു യൂട്യൂബ് അക്കൗണ്ട് വഴി ഞാൻ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് റീപ്ലേയും അതുപോലെ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് ഒക്കെ തരാൻ നോക്കാം കേട്ടോ. അപ്പോൾ താഴെ കമൻറ്റ് ഇടണേ, മറന്നു പോകരുത്. അപ്പോൾ ഏതാണ് ചാപ്റ്റർ? സ്റ്റാറ്റിസ്റ്റിക്സ്. വെറും 2 ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും മാർക്ക് കിട്ടും. ആ ഐഡിയ പഠിച്ചാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സിന് എന്തായാലും ഒരു 7 മാർക്കോളം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ചോദ്യം നോക്കാമല്ലോ നമുക്ക് അല്ലേ. എന്താ ചോദ്യം? ഇതാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ശ്രദ്ധിച്ചിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ സാറ് വേഗം പറഞ്ഞുതരാം. അപ്പം ഇത് നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് ചോദ്യ പേപ്പറിൽ കാണാമെന്ന് ചോദിച്ചാൽ ഇത് മാത്രമായിരിക്കും ചിലപ്പോൾ തരിക. ഇത് മാത്രം തരും, ഈ പെട്ടിക്കോളം തരാണ്ടിരിക്കാം. ഇപ്പം തൽക്കാലം പെട്ടിക്കോളം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പെട്ടിക്കോളം എഴുതാം അല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ പെട്ടിക്കോളം ഇല്ലാത്ത രീതിയിലും ഉള്ള രീതിയിലും എങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ പഠിക്കുക എന്നുള്ളത് പറയാം. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് വെച്ച ഒരേ പുള്ളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കേണ്ടതുണ്ട്, ഉഷാറായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ പേരാണ് ആവർത്തി പട്ടിക എന്ന് നമ്മൾ പറയൂ കേട്ടോ. ആവർത്തി പട്ടിക. ഇംഗ്ലീഷ് മീഡിയം എവിടെ? ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ഏത് മീഡിയയിലും കുഴപ്പമൊന്നുമില്ലല്ലോടാ. രണ്ടും മീഡിയവും കുഴപ്പമൊന്നുമില്ലല്ലോ. ആവർത്തി പട്ടിക, അതായത് ഇപ്പം എന്താ പറയുക, ഫ്രീക്വൻസി ടേബിൾ അല്ലേ, അങ്ങനെ എന്തോ ഒരു പേര്, എന്തായാലും പേര് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ. അതന്നെ, ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്ന ടേബിളാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഇടാൻ മറന്നു ഏതാണ്. ഹൈറ്റ്, അടയാളം എന്ന് പറഞ്ഞാൽ ടാലി എന്നാണ് അർത്ഥം കേട്ടോ. ടാലി എന്നാണ് ടാലി. അതുപോലെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്. അപ്പോൾ എന്താണിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ടെസ്റ്റിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്നോ. ഇവിടെ 140 മുതൽ 145 വരെ അവർ തന്നിട്ടുണ്ട്. അവർ തന്നതുകൊണ്ട് നമുക്ക് ആ 140 മുതൽ 145 വരെ എടുക്കാം. അപ്പോൾ ഇത് തരാതെ, ഈ പെട്ടിക്കോളം തരാണ്ട് ഇത് മാത്രം വെച്ചിട്ട് നിങ്ങളോട് ഒരു ചോദ്യം തരാണ്. ഇത് മാത്രം വെച്ചിട്ട് ഒരു ചോദ്യം തരാണെങ്കിൽ സെപ്പറേറ്റ് 3 കോളം വരയ്ക്കണം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ്, ചില കുട്ടികൾ 140 മുതൽ 150 വരെ എടുക്കാറുണ്ട്, ചില കുട്ടികൾ 140 മുതൽ 155 അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് സാറ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതായത് ഇതിൽ ഏറ്റവും കുറവുള്ളത് ഏതാ നോക്ക് 140 മുതൽ 140ൻ്റെ ഒക്കെ ഇടക്കായിരിക്കും ഏറ്റവും കുറവ്. മീൻസ് ഇതിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാ നോക്ക്. ലോവസ്റ്റ് നമ്പർ ഉണ്ടോ? 141ഒക്കെയാണ് ലോവസ്റ്റ് വരുന്നത്. അപ്പോൾ 140 മുതൽ 150 വരെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ എടുക്കാം. 145 എടുക്കുന്നതിന് പകരം 140 മുതൽ 150 വരെ എടുക്കാം. 150 to 160, 150 വരെ എടുക്കുകയാണെങ്കിൽ 10 ഗ്യാപ്പാണ്. 10 കൂട്ടി വേണം. 150 മുതൽ 160, 160 മുതൽ 170, അങ്ങനെ എടുക്കേണ്ടി വരും. ഇപ്പം 140 മുതൽ 155 വരെ എടുക്കാനാണ് അവരുടെ തീരുമാനം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോ, 140നും 145നും ഇടയ്ക്കുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിൽ പെടുത്തണം. 145 പെടുത്തരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇപ്പം 140 മുതൽ 145 വരെ ഞാൻ പെട്ടിക്കോളൊക്കെ ഒന്ന് പൂർത്തിയാക്കുന്നുണ്ട്. ആദ്യം 150 ആണെങ്കിൽ പിന്നെ മൂന്നാമത്തെ കോളത് 150 മുതൽ 155, 155 മുതൽ 160, 160 മുതൽ 165, എല്ലാം 5 ഗ്യാപ്പ് അല്ലേ. 170. മാക്സിമം ഏതാ നമ്പർ വരുന്നത് നോക്കാം അല്ലേ. മാക്സിമം നമ്പർ വരുന്നത് 175 വരുന്നുണ്ട്, 177 വരുന്നുണ്ട്, 179 വരുന്നുണ്ട്, 180 വരുന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ 170 മുതൽ 175, 175 മുതൽ 180 വരെ ഇതാ കണ്ടോ. അപ്പം അങ്ങനെ എഴുതി വെക്കാം. ഞാൻ അടയാളപ്പെടുത്തുന്നതും ടാലി എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം കേട്ടോ. ടാലി. ഇത് ഹൈറ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. ഇത് എണ്ണം, നമ്പർ ഓഫ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസ്. ഓക്കെ, എണ്ണം. ഇനി നോക്കി നോക്കാം നമുക്ക് കേട്ടോ. അപ്പം 140 മുതൽ 155 വരെ എന്ന് പറഞ്ഞാൽ കുഞ്ഞോനെ അവിടെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 140 പെടൂ, 145 പെടൂല. 140 മുതൽ 145 വരെ പറഞ്ഞാൽ ഈ നമ്പർ കണ്ടോ, ഈ നമ്പർ ഇതിൽ പെടൂല കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതുക? 145 ഇതിൽ എടുത്തരുതേ. അപ്പോൾ 140 മുതൽ 145 വരെ നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ. ഓരോന്ന് എണ്ണിക്കോ. 145 പെടൂല. അത് പറ്റൂല കേട്ടോ. പറ്റൂലേ. ഈ ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ എവിടെ തെറ്റരുതേ നന്നായിട്ട് ശ്രദ്ധിക്കണേ. 140 മുതൽ 145 വരെ. മൂന്നാമത്തെ റോയിൽ 2, നാലാമത്തെ റോയിലില്ല. അപ്പോൾ 2 വര വരയ്ക്കുക കണ്ടോ, 2. ഇതാണ് ഐഡിയ. കത്തിന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് അത് കിട്ടി. ഇനി 145 മുതൽ, എന്തുകൊണ്ടാണ് 145 ഉൾപ്പെടാത്തത്? അത് അവിടം വരെ 145 വരെ. 145 പറ്റത്തില്ല. അപ്പൊ 145 മുതൽ 150 വരെ
എന്ന് അവർ തന്നുകൊണ്ട് തന്നെ 145 മുതൽ 150 പറഞ്ഞാൽ 145 പെടും, ഇത് പെടൂല, അതാണ് അർത്ഥം. പഠിച്ചോ. അപ്പൊ 145 പെടും എന്ന് പറഞ്ഞേ. അപ്പൊ 145 പെടും എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാടാ? ഇതാ ഇത് 145 പെടും. അതിന്റെ ഇടക്കുള്ളത് ഏതാ? ഇതാ ഫസ്റ്റ് റോല്. പിന്നെ 145നും 50നും ഇടക്കില്ല. 150 പെടൂല കേട്ടോ. പെടൂല എടുത്ത് എഴുതരുത്. 2. മൂന്നാമത്തെ റോലുണ്ടോ? ഇല്ല. നാലാമത്തെ റോലുണ്ടോ? ഇല്ല. അപ്പൊ 2, അതും 2. വേറെ ഒന്നുകൂടെ ഉണ്ടോ? നോക്കണേ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമത്തെ 148.2 ഉണ്ട്. അപ്പോൾ ഇത് 3 ആണുള്ളത്. അപ്പൊ 3 അടയാളം കണ്ടോ? ഐഡിയ കത്തിയോ? അടിപൊളിയായിട്ട്. അപ്പൊ 150 മുതൽ 155 അടുത്ത കോളം. അപ്പൊ 150 ഇതിലാ പെടുക, ഇതിൽ 155 പെടൂല. അപ്പൊ 150 മുതൽ 155 വരെ ഏതാടാ? ഞാൻ വേറെ കളർ എടുക്കാവേ. 150 മുതൽ 155 ഫസ്റ്റിൽ 154 പറ്റും അല്ലേ? വെയിറ്റ്, 154 പറ്റും. 150 മുതലായതുകൊണ്ട് 150 പറ്റും, 154 പറ്റും. പിന്നെ 155 പറ്റൂല കേട്ടോ, അത് എടുക്കരുതേ. പിന്നെ 151 എത്ര 3 എണ്ണമാണ് അതുള്ളത്. ഒരേ പൊളി കണ്ടോ? ഇതാണ് പരിപാടി കണ്ടോ? ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ ബാക്കി നിങ്ങൾ തന്നെ ചെയ്തോളൂ. അടുത്ത 155 മുതൽ 160 വരെ. 155 മുതൽ 160 വരെ. അപ്പൊ 160 പെടൂല, 155 മുതലേ പെടത്തുള്ളൂ. അപ്പൊ 160 പെടത്തില്ല. രണ്ടാമത്തെ റോല് ഇതാ 2. 155 പെടും. 3 അല്ലേ? 3, 4. അതുപോലെ നാലാമത്തെ റോല് 5 ചോപ്പായേ. ശരിക്കും ഓരോന്ന് ഇടണം. 5 എണ്ണമാണ് വരിക കേട്ടോ. അപ്പൊ 5 വര വരച്ചു. 5 വര വരയ്ക്കരുത്, 4 വരച്ച് ഒന്ന് ചിരിച്ചു വരയ്ക്കുക കേട്ടോ. ഓക്കെ, 5 കണ്ടോ? ശരിക്കും ഓരോന്ന് ഇടണം. എങ്ങനെയാടാ? 160 അതേലാ വിടാ, ഇതിൽ പെടും കണ്ടോ? അതുപോലെ 145 അതിലാ വിടാ, ഇതിൽ പെടും. അങ്ങനെ ഇടുക വേണ്ടി. ഇങ്ങനെ ഇങ്ങോട്ട് മറിക്കുക, ആട്ട് മറിക്കുക. എനിക്ക് ഭയങ്കര ഇടങ്ങാറാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഞാൻ അടുത്തത് നോക്കാം കുഞ്ഞോളെ. അടുത്ത ഏതാടാ? 160 മുതൽ 165 വരെ അല്ലേ? 160 മുതൽ 165 വരെ. ഞാനൊരു കളർ എടുക്കണ്ടേ. 160 പെടും. 65 വരെ ആയതുകൊണ്ട് 2, 3, 4, 5, 5, 5, 6. 165 പെടൂലേ? 6 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 അല്ലേ? 6 അല്ല, 6 ഒന്നുകൂടെ 6 6 6 ഈ 165 പെടൂല കേട്ടോ. 6 3 7 എണ്ണേ വരത്തുള്ളൂ തോന്നുന്നുണ്ട്. 7 എണ്ണം. 1 2 3 4 5 6 7. ഒരേ പൊളി സെറ്റാണോ? അടുത്തത് 165 മുതൽ 170 വരെ. എനിക്ക് തോന്നുന്നു കുറെ എണ്ണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം അല്ലേ? ഓക്കെ, ഞാനൊരു വയലറ്റ് കളർ എടുത്തിട്ടുണ്ടേ. നോക്ക്, 165 മുതൽ 170 വരെയാണേ. ഇതാ 1 2 170 പെടൂല. 3 4 5 5 5 105 165 പെടും. 6 7 8 9 170 പെടൂല കേട്ടോ. 9 10 11 12 13 പേരുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ 13 വരെ എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 9 10 1 2 3 13. അടുത്ത 170 മുതൽ 175 വരെ. 170 പെടും, 175 പെടൂല, അതാണ് ഐഡിയ. 170 പെടും, 175 പെടൂല. 170 പെടും, 175 പെടൂല. എങ്ങനെയാ ചെയ്യാടാ? ഞാൻ ഒരു കറുപ്പ് എടുക്കാം. 170 പെടും, 175 പെടൂല. 1 175 പെടൂല. രണ്ടാമത്തെ റൊത്തില്ല. 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 എണ്ണം. 1 2 3 4 5 2 3 8. അടുത്തത് 175 മുതലാണേ. അത് പിന്നെ ബാക്കിയില്ലേ? ഏതൊക്കെയാടാ? അത് ഏതൊക്കെയാ വരിക? 1 2 3 4 4 ഉള്ളൂ. 4. ലാസ്റ്റ് ഒന്ന് കൂട്ടി വെക്കേണ്ടി കേട്ടോ. ലാസ്റ്റ് തെറ്റിണോ നോക്കണേ. എത്ര കുട്ടികളെ കുറിച്ച് അവിടെ പറയുന്നത്? 45 ആളല്ലേ? 45 ആളെന്തോ കേട്ടോ. 2 3 5 8 13 20 33 8 41 4 45. ഒരേ പൊളി. സെറ്റല്ലേ? അടിപൊളിയായിട്ട് അതും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇത് ആവർത്തിച്ചതുരം. അടിപൊളി സാധനമാണ്. പരീക്ഷയ്ക്ക് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്ന പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇതും പഠിക്കാമല്ലോ. ഉഷാറാണല്ലോ നിങ്ങൾ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ഇടണേ. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെ ചെയ്യാം. അതായത് ഹിസ്റ്റോഗ്രാം എന്നാ പറയുക. ഒരു പെട്ടി, ഇങ്ങനെ ചെറിയൊരു പെട്ടി,
ആവർത്തി ചതുരം നമ്മൾ മലയാളത്തിൽ പറയും. അപ്പം എങ്ങനെയാ ഇത് വരയ്ക്കാൻ സാറ് പറഞ്ഞു കേട്ടോ. അപ്പം ഇത് ഓൾറെഡി ചില ചോദ്യം വലിയ മാർക്കിനൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളൊരു പെട്ടിക്കോളം അല്ലേ, ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്, കുറേ നമ്പർ തന്നിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യാനാണ് പഠിച്ചത് കണ്ടോ. ആ സാധനം തന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ആവർത്തി ചതുരം വരയ്ക്കാൻ പറയും. ഇത് ഡയറക്റ്റ് ചോദിക്കും. അപ്പം നിങ്ങളിത് വരച്ചിട്ട് പിന്നെ വേറെ വരയ്ക്കേണ്ടി വരും. രണ്ട് ചോദ്യം ഒരുമിച്ചായിട്ട് ചോദിക്കാനുള്ള ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടെങ്കിൽ ഇപ്പം വരച്ചില്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ എഴുതിയില്ലേ, ഇങ്ങനെ പെട്ടിക്കോള അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ എഴുതിയില്ലേ, അത് എഴുതിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് സെപ്പറേറ്റ് പഠിച്ചാൽ മതി. അങ്ങനെ സെപ്പറേറ്റാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ആവർത്തി ചതുരം വരയ്ക്കാൻ ചോദിച്ചാൽ രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. ആദ്യം ഒരു വര ഇങ്ങോട്ട് വരയ്ക്കുക, അതുപോലെ ഒരു വര ഇങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് നമ്മുടെ മെയിൻ പുള്ളികൾ. അപ്പോൾ ഈ രണ്ട് വരകൾ വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കൃത്യമായിട്ടുള്ള അകലത്തിൽ എന്ത് ചെയ്യുക, പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, പോയിന്റ്സ് അടയാളപ്പെടുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ നോക്ക്, ഇതാണ് എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തേണ്ടത്. അതായത് 10 മുതൽ 13 വരെ, 13 മുതൽ 16 വരെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതാ ഇങ്ങനെ 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 ഇടുക കണ്ടോ. ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ ഇട്ടുകൊണ്ടു. ആദ്യം 10 ഇട്ടോ, ഇത് 0 തന്നെ ആയിട്ട് എടുത്തോണ്ട് കേട്ടോ, 0 തന്നെ ആയിട്ട് എടുത്തോണ്ടു. 0, 10, പിന്നെ ഏതാ 13 അല്ലേ, 10, 13, 13, 16 അങ്ങനെ അല്ലേ, 13, 16, 19, 22, എവിടെ വരെ ഉണ്ടാ, 25 വരെ ഉണ്ട്. ഇനി അടുത്ത ഏരിയയിലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഇവിടെ എഴുതുമ്പോൾ ഇത് വൈ ആക്സിസ് ആണ്. ഏതാ വൈ ആക്സിസ്, വൈ അക്ഷം. ഇതാണ് വൈ അക്ഷം, അവിടെയാണ് എഴുതുന്നത്. അതായത് ഈ താഴത്തുള്ളത് നിങ്ങൾ ഏത് എഴുതണം, ഈ ആദ്യത്തത് എഴുതണം. ടൈം അതായത് മിനിറ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതേണ്ടത് മിനിറ്റിൽ. ഓക്കെ, സൈഡിൽ മുകളിലേക്ക് വൈ ആക്സിസ്, അതായത് മുകളിലേക്കുള്ള വരയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പർ ഓഫ് ചിൽഡ്രൻസ് എഴുതണം. അതെങ്ങനെ അടയാളപ്പെടുത്താന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ ഓരോ സെൻറ്റിമീറ്റർ തന്നെയാണ് നിങ്ങളെ സ്കെയിലിൽ ഇങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ വിട്ട് 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 അടയാളപ്പെടുത്തുക. പക്ഷേ അവിടെ അടയാളപ്പെടുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ മാക്സിമം 12. അപ്പോൾ നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്താം, ചില കുട്ടികൾ പല രീതിയിൽ അടയാളപ്പെടുത്തലുണ്ട്. ചില കുട്ടികൾ 1, 2, 3, 4 എഴുതലുണ്ട്. 1, 2, 3. അപ്പോൾ അവിടെ എത്തൂല, 12 എന്ന് പറഞ്ഞാൽ കുറേ വലുതായി പോകൂലേ. അപ്പം അങ്ങനെ എഴുതിയാൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ 3, 4 ഇങ്ങനെ എവിടെ നിന്ന് തുടങ്ങിയാലും നമുക്ക് 12ലേക്ക് എത്തണമെങ്കിൽ 2, 4, 6 എടുക്കാം. അവിടെ 1, 2, 3 എടുക്കുമ്പോൾ കുറേ വലുതായി പോകും വരാം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 2, 4, 6, 8, 10, 12 എടുക്കാം. അപ്പം നിങ്ങൾക്ക് ചോദിക്കുക, സാറേ 1 എവിടെ വരിക, ഇതിനെ നടുക്കായിരിക്കും. സാറേ 3 എവിടെ വരിക, ഇതിനെ നടുക്കായിരിക്കും. കണ്ടോ, അതല്ല ഐഡിയ. അല്ലാണ്ട് 1, 2 എഴുതാൻ എത്ര പണി ഉണ്ടടാ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ 10 മുതൽ 13 വരെ എത്ര ചിൽഡ്രൻ ആണ്, 3 ചിൽഡ്രൻ. അതെങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 10 മുതൽ 13 വരെ എവിടെ, ഇതാണ് 10, ഇതാണ് 13. അപ്പം 3 എന്ന് പറയുന്ന നമ്പർ എവിടെയാണ് വരുന്നത്, ഇവിടെയാണ് ഏകദേശം 3 വരിക. അപ്പം 10 മുതൽ 13 വരെ 3. അപ്പം 3 എന്ന് പറയുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 3 കണ്ട, ഇവിടെ നേരെ നേരെ 13ൻ്റെ അവിടേക്ക് വര വരച്ചിട്ട് 3 എവിടെയാണോ അവിടേക്ക് ഇത് വരയ്ക്കാം. ഓക്കെ, ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. കണ്ടോ, അയ്യോ സോറി, കണ്ട 3ൻ്റെ നേരെ വരയ്ക്കാം. ബാക്കി മായ്ച്ചാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സ്കെയിലുള്ളതുകൊണ്ട് സുഖമല്ലേ, നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, സ്കെയിൽ നേരെ വെക്കുക, ഇതിങ്ങോട്ട് ജസ്റ്റ് അടയാളപ്പെടുത്തുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 13 മുതൽ 16 വരെ 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ 4നും 6നും നടുക്കാം. അപ്പം ഇവിടെ 5 വരിക കണ്ടോ, 5 വരിക പറഞ്ഞാൽ 13 മുതൽ 16 വരെ. അപ്പം എവിടെയാണ് വരിക, ഇവിടേക്കാണ് വരിക. ഏകദേശം ഇങ്ങനെ വരും 16 വരെ. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ സാധനം ഉള്ളത്. ബാക്കി ഞാൻ വായിച്ചു. കണ്ടോ, എങ്ങനെയുണ്ട് ബുദ്ധി അല്ലേ? ഏതാല്ലേ, നിങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് സുഖ സ്കെയിൽ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് അത് നേരെ എവിടെയുള്ളത് അവിടെ വരച്ചായി, ഇത് സുഖ. ഓക്കെ, അടുത്തത് 16 മുതൽ 19 വരെ 12. 12 കുറെ മോളാണല്ലോ മുന്നോളെ. നോക്ക്, 12 പറഞ്ഞാൽ ഇവിടെ വരാം. അപ്പൊ 16 മുതൽ 19 വരെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും വരാം. കണ്ടോ, 19 വരെ കണ്ടോ, ഇവിടെ വരും. ഞാൻ കാണിച്ചു തരാം ഒരു ഐഡിയ, നിങ്ങൾ കണ്ടുപിടിച്ചോ എൻ്റെ ഐഡിയ. കണ്ടോ, റെഡി. അടുത്തത് 19 മുതൽ 22 വരെ എത്രയാടാ, 8 കറക്റ്റ് ഉണ്ടാവൂലേ, നമുക്ക് നോക്കി നോക്കാം. 8 ഇവിടെ കേട്ടാ, കണ്ടോ, നേരെ സ്കെയിൽ എടുത്തിട്ട് 8 എവിടെയാണോ വരുന്നത്, കണ്ടോ ഇവിടെ വരുന്നത്, അവിടേക്ക് എന്ത് ചെയ്യാം, 19 മുതൽ 22 വരെ, 19 മുതൽ 22 വരെ, എന്നിട്ട് ഒന്ന് വരയ്ക്കാം. ഓക്കെ, റെഡി. ഓക്കെ, അടുത്തത് 22 മുതൽ 25 വരെ 2 ആണ്. ഒക്കെ ഒന്നുകൂടെ ചെറുതാവൂലടാ. ഓക്കെ,
ഈ രണ്ട് പറഞ്ഞാൽ ഇവിടേക്ക് വരാം അല്ലേ. ഓക്കെ, ബാക്കിയായിട്ട് മായ്ച്ചാൽ കേട്ടോ. സെറ്റ് കണ്ടോ. അപ്പോൾ ഇത് 2 കണ്ടോ, അതുപോലെ ഇത് 8 കണ്ടോ, ഇത് 12, ഇത് 5, മറ്റേ 3. റെഡി. അപ്പോൾ ഇതിൻ്റെ പേരാണ് ആവർത്തിച്ചതുരം, അതായത് ഹിസ്റ്റോഗ്രാം എന്ന് പറയും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒരു ഭംഗിക്ക് ഷെയ്ഡൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു മനസമാധാനത്തെ ഷെയ്ഡ് ചെയ്താ, വൃത്തികേടാക്കരുത്. അയ്യേ വൃത്തികേടായി. വേണ്ട ഞാൻ ഷെയ്ഡ് ചെയ്തില്ല കേട്ടോ, തൽക്കാലം അങ്ങനെ കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് അടിക്കണം. നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും ക്ലാസ്സിൻ്റെ കമൻസും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഒരു ചാപ്റ്ററാണ് കംപ്ലീറ്റ് പഠിച്ചത്. അടിപൊളിയായിട്ട് നിങ്ങൾ പരീക്ഷ ചെയ്താൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ സാറോട് നേരിട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇതാണ് സാറിൻ്റെ ഐ ഡി. ഞാൻ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീപ്ലൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ താഴെ കമൻസിന് താഴത്തും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇട്ടാൽ മതി. താഴത്ത് കമൻറ്റ് ചെയ്തിട്ട് വിടുക എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ. ഞാൻ എൻ്റെ യൂട്യൂബ് ഐ ഡിയിലൂടെ നിങ്ങൾക്ക് റീപ്ലൈ തരാനൊക്കെ നോക്കാം. മാക്സിമം നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യാം, ഓൾ ദി ബെസ്റ്റ് ഒക്കെ തരാം താഴത്ത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നമ്മൾ കാണും. വീണ്ടും അടിപൊളിയായിട്ട് പഠിക്കും. ഉഷാറായിട്ട് നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു 7 മാർക്കോളം നമുക്ക് ചോദ്യ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ വിജിആർ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.